നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പതാക ഉയർത്തൽ ചടങ്ങ് ഔദ്യോഗികമായി ഉടൻ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊല്ലത്ത് തിരിതെളിയുകയാണ്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് IAS പതാക ഉയർത്തിക്കഴിഞ്ഞു. ഇനി 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഇനിയുള്ള 5 നാൾ സംസ്ഥാനം കലാമാമാങ്കത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ സതീഷിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ.
ഇവരെ പോലുള്ള കുട്ടികൾ ഇനിയും ഈ ഒരു പ്രധാന വേദികളിലേക്ക് കടന്നു വരണമെന്നാണ്. അപ്പോൾ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ പൊതുവേദിയിലേക്കും പൊതുധാരയിലേക്കും നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. അവരെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് അവരെ നമുക്ക് ഒരവസരം കൊടുത്താൽ ആ കുഞ്ഞുങ്ങൾക്കും മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ളതിനൊരു തെളിവാണ് ഇന്നിവിടെ നടന്ന ചെണ്ടമേളം. അതിന് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് റിസോഴ്സ് ടീച്ചേഴ്സിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മുടെ സർക്കാർ കൂടുതൽ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് കൂടുതൽ സാധ്യതകൾ കണ്ടെത്തി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ സർക്കാർ തലത്തിൽ നിന്നും ഒക്കെ ഉണ്ടാവണമെന്ന ഒരു രക്ഷകർത്താവെന്ന നിലയിൽ അഭിപ്രായമുണ്ട്. താങ്ക് യു. അപ്പോൾ ഇതുപോലുള്ള കുരുന്നുകൾ ഇനിയും കലോത്സവ വേദികളിലേക്ക് കടന്നു വരട്ടെ. കലോത്സവ വേദികളിലേക്ക് മാത്രമല്ല മറ്റ് പ്രധാന വേദികളിലേക്കും ഇവർ കടന്നു വരട്ടെ. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ സതീഷിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെ പ്രധാന താരങ്ങൾ ആരെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും ഈ കുട്ടികളാണെന്ന്. കാരണം ഇവർ അസാധ്യമായ പ്രകടനമാണ് കലോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കാഴ്ചവെച്ചത്. പ്രേക്ഷക മനസ്സിൽ ചെണ്ട കൊട്ടിക്കൊണ്ട് അവരുടെ ഹൃദയം കീഴടക്കിയിരിക്കുകയാണ്. നമ്മുടെ ഒപ്പം ഈ കുട്ടികളുണ്ട്. ടീച്ചറെ, അസാധ്യ പ്രകടനമായിരുന്നു ഇവർ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കാഴ്ചവെച്ചത്. എന്താണ് ടീച്ചർ പറയാനുള്ളത്? ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പഠിക്കുകയാണ്. കൊല്ലം PRCയുടെ കീഴിലുള്ള മങ്ങാട് കോയിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 13 കുട്ടികളാണ്. ഇതിനകത്ത് ഒരാൾ ജനറൽ കുട്ടിയാണ്. ഈ കൂട്ടത്തിലുള്ള ഒരു മോൻ്റെ ബ്രദർ തന്നെയാണ്. അത് ആശാന് പകരം ഞങ്ങൾ പ്ലേസ് ചെയ്യുന്ന കുട്ടിയാണ്, ആശാൻ്റെ അഭാവത്തിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പഠിക്കുന്നു. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയുള്ള എല്ലാ പേരൻസിനും ഒരു മെസ്സേജ് ആയിരിക്കും ഇത്. കാരണം ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്, ഞാനൊരു ഭിന്നശേഷി കുട്ടിയുടെ അമ്മയാണ്. നമ്മുടെ കുട്ടികൾക്കും ഇത് സാധിക്കും. നമ്മളിപ്പം ക്ലാസ് റൂമുകളിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണല്ലോ, എല്ലാ പാഠഭാഗങ്ങളും അഡാപ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ ഒരു അഡാപ്റ്റേഷനാണ് ഞങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ശിങ്കാരി മേളത്തിൻ്റെ സിമ്പിൾ താളങ്ങൾ കോർത്തിണക്കിയാണ് ഇവരെ കൊണ്ട് പൊട്ടിച്ചത്. ഒരു വർഷം കൊണ്ട് ഇവർക്ക് ഇത്രയും ആകാമെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ഏതൊരു കുട്ടിയെയും നമുക്ക് ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതിനകത്ത് എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികളും ഉണ്ട്. ഇവർ പെട്ടെന്ന് ഇത് പഠിച്ചെടുത്തു. കാരണം ഇവർക്ക് ഈ ചെണ്ട പഠിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർ പെട്ടെന്ന് തന്നെ ഇത് പഠിച്ചെടുത്തു. അല്ല, ഒരു വർഷ സമയം എന്ന് പറഞ്ഞാൽ അത്രയും തന്നെ സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. ആ എഫേർട്ട് അത് വലിയൊരു എഫേർട്ടായിരുന്നു. നമ്മുടെ ആശാൻ, അത് പ്രത്യേക താങ്ക്സ് പറയണം. ആശാന് ഇൻക്ലൂഷൻ ഇതിനകത്തുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് സാർ അത് മോഡിഫൈ ചെയ്തെടുത്തു. ഇവർക്ക് ആവശ്യമായ താളങ്ങൾ സാറിനോളം ആർക്കെങ്കിലും പറ്റുമോ എന്ന് എനിക്കറിയില്ല വേറെ. കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാൻ എല്ലാവർക്കും മടിയാണ് പൊതുവെ. പക്ഷേ ആ മടി കാണിക്കാത്ത വ്യക്തി, അദ്ദേഹം പ്രൊഫഷണൽ കൊട്ടുകാരനാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സമയം ചെലവഴിച്ചു. ഇതാണ് ഇവരെ പഠിപ്പിച്ചെടുത്ത ആശാൻ. പേരെന്താണ്? എൻ്റെ പേര് രഞ്ജിത്ത്. ഓക്കെ, ഇവരെങ്ങനെ ഉണ്ടായിരുന്നു പഠിപ്പിച്ചെടുക്കാൻ? ഇവർ ഉഷാറാണോ? ഉഷാറാണ്. എത്ര സമയം എടുത്തു? ഒരു വർഷം എടുത്തു പറഞ്ഞു. ഒരു വർഷത്തോളം എടുത്തു. അതെല്ലേ? ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവരെ പഠിപ്പിച്ചെടുക്കുമ്പോൾ? ഇല്ല, എല്ലാവരും ഓക്കെയാണ്. ആദ്യമൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ളായിരുന്നു. പിന്നെ എല്ലാവരും അടിപൊളിയായി. എനിക്ക് സന്തോഷമായിരുന്നു പഠിപ്പിക്കാൻ. അതെ, ഇന്നിപ്പോൾ ഈ സ്റ്റേജിൽ ഇവർ ഇത്രയും കുട്ടികൾ നന്നായി പെർഫോം ചെയ്തപ്പോൾ എന്താ തോന്നിയത്? ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷമായി. ജീവിതത്തിലെ ഒരു മെയിൻ ഘടകമായിട്ട് എടുക്കാതെ ആണല്ലേ? അടിപൊളി. അവിടെയുള്ള എല്ലാവരും, സ്റ്റേജിലുള്ളവരും എല്ലാവരും എന്താ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എത്രയിലാണ് പഠിക്കുന്നത്? 4. എങ്ങനെ ഉണ്ടായിരുന്നു ചെണ്ട? കൊള്ളായിരുന്നു. പൊന്തിയോ ചെണ്ട? ഇതെങ്ങനെയാ നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ടാണോ ഇട്ടേ അതോ കസാരയിലല്ലേ? എത്രയിലാണ് പഠിക്കുന്നത്? എന്താ പേര്? എത്രയിലാണ് പഠിക്കുന്നേ? പ്ലസ് 1ലാണോ പഠിക്കുന്നേ? ആ, അടിപൊളിയായിട്ട് കൊട്ടിയല്ലോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പേരെന്താ? എത്രയിലാണ് പഠിക്കുന്നേ? 7 ഓക്കെ. അപ്പോൾ ഈ കുരുന്നുകൾ നല്ലൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇതുപോലെ ഇനിയും ഇവരെ പോലുള്ള കുട്ടികൾ ഇനിയും ഈ ഒരു കലോത്സവ വേദികളിലേക്ക് മാത്രമല്ല മറ്റ് വേദികളിലേക്കും കടന്നു വരട്ടെ. ക്യാമറമാൻ സതീഷിനോടൊപ്പം കൃഷ്ണേന്ദു കൂവപ്പള്ളി, മൂവി വേൾഡ് മീഡിയ.